ഉണ്ട്. വലിയ ആവേശോജ്വലമായ കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അരുൺ ആലത്തൂർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, തികച്ചും ആവേശകരമായ കാഴ്ചകൾ തന്നെയാണ് BJP ക്യാമ്പുകളിൽ കാണാൻ സാധിക്കുന്നതല്ലേ? കാരണം അവിടെ എത്തിച്ചേരുന്നത് BJP പ്രവർത്തകർ മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ പോലും C കൃഷ്ണകുമാറിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും BJP ക്യാമ്പുകളിലെ ആവേശം അതിന്റെ പരമ്യത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു കൊട്ടിക്കലാശം നടക്കുന്ന ഈ ഭാഗത്തേക്ക്, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. K. സുരേന്ദ്രൻ മാത്രമല്ല, BJPയുടെ നിരവധി മുതിർന്ന നേതാക്കൾ ഒക്കെ തന്നെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്കൊപ്പവും ഈ നേതാക്കൾ റോഡ് ഷോയിലും അണിനിരന്നിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ഇനി അവസാനിക്കാൻ, പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി അരമണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അരമണിക്കൂറിൽ, അതായത് ഈ പരസ്യ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോൾ അത് ആവേശം അലയടിക്കുകയാണ്. പാലക്കാട് കോട്ട അത് കാവിക്കോട്ടയാക്കി മാറ്റും എന്നുള്ളത് തന്നെയാണ് BJP ക്യാമ്പുകൾ ആവേശത്തോടുകൂടി പറയുന്നത്. ഒപ്പം തന്നെ ആ റോഡ് ഷോ മേലാമുറിയിൽ നിന്നും ആരംഭിച്ച് ഇനി അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രനും മുതിർന്ന BJP നേതാവായ PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിച്ചേരും. ആ റോഡ് ഷോയിലും വലിയ ജനത്തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡ് ഷോ എത്തുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകി നിൽക്കുകയാണ്. ഇനി ആ സ്ഥാനാർത്ഥിയും റോഡ് ഷോയും കൂടെ വരുന്നതോടുകൂടെ തന്നെ വലിയ ഒരു ജനത്തിരക്കും ഇവിടം കൂടുതൽ ഉത്സവ ലഹരിയിലേക്കായി മാറാമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലാണ് പാലക്കാട് ഈ ഒരു അവസാന മണിക്കൂറുകളിൽ, അവസാന നിമിഷങ്ങളിലേക്ക് ഈ പരസ്യ പ്രചാരണം കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഏതായാലും BJP ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അത് ഇത്തവണ മണ്ഡലം BJPക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ്. തൃശ്ശൂരിലുണ്ടായ ആ ഒരു വികസനക്കാറ്റ്, ആ ഒരു തൃശ്ശൂരിലുണ്ടായ വിജയക്കാറ്റ് അത് പാലക്കാട്ടേക്കും ആഞ്ഞടിക്കും എന്നുള്ളത് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. പാലക്കാട് നഗരസഭയിലാണ് കേരളത്തിൽ ആദ്യമായി BJP താമര വിരിയിച്ചത്. ഏതായാലും ആ നഗരസഭയിൽ നിന്നും അത് തൃശ്ശൂരിലേക്ക് പോയി. ഇനി തൃശ്ശൂരിൽ നിന്നും വീണ്ടും പാലക്കാട്ടേക്ക് തന്നെ ആ ഒരു വിജയക്കാറ്റ് ആഞ്ഞടിക്കും എന്നുള്ളത് തന്നെയാണ് BJP ക്യാമ്പുകളിലെ പ്രതീക്ഷ. പ്രവർത്തകരെല്ലാം ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ, അവസാന നിമിഷം അത് വലിയ ആവേശമായി മാറ്റുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ജനത്തിരക്ക് നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും. സ്ഥാനാർത്ഥിക്കൊപ്പം ആ റോഡ് ഷോയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണെങ്കിലും ഒക്കെ വലിയ ഒരു പ്രവർത്തകരുടെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. പാലക്കാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിട്ടുള്ളത്. BJPയുടെ ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഇത്തരത്തിൽ ഈ BJPയുടെ കൊട്ടിക്കലാശം എന്നുള്ളത് ഈ പാലക്കാട് നഗരത്തിൽ മാത്രമല്ല നടക്കുന്നത്. ഓരോ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും BJPയുടെ കൊട്ടിക്കലാശം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ BJP ഓരോ കേന്ദ്രങ്ങളിലും വലിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവസാന മണിക്കൂറുകളിലും പാലക്കാട് ജനതയുടെ മനം കവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കുങ്കുമ ഹരിത പതാക അതിങ്ങനെ വാനിൽ ഉയർന്ന് പറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിൽ മാത്രം ബട്ടർമാൻ G. ശ്രീധരൻ മത്സരിച്ചപ്പോൾ നഷ്ടമായ മണ്ഡലം അത് ഇത്തവണ ഏതായാലും BJPക്കൊപ്പം നിൽക്കും, NDAക്കൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് NDA ക്യാമ്പുകളിലെ പ്രതീക്ഷ. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 3000-ഓളം വോട്ടുകൾ മാത്രമാണ് BJPക്കൊപ്പം നിൽക്കാതിരുന്നതെങ്കിൽ ഇത്തവണ ആ വോട്ടുകൾ കൂടെ തങ്ങളുടെ പെട്ടിയിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അടിത്തട്ടിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം. മാത്രമല്ല
ഇടത് വലത് മുന്നണി ക്യാമ്പുകളിൽ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ആയിരുന്നുവെങ്കിൽ BJP ക്യാമ്പുകളിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ തികച്ചും ആത്മവിശ്വാസത്തോടു കൂടെയുള്ള പ്രവർത്തനമാണ്, ചിട്ടയായ പ്രവർത്തനമാണ് കാണാൻ കഴിഞ്ഞത്. ഏതായാലും ആ ബൂത്ത് തലങ്ങളിൽ കൃത്യമായ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലം തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് BJP ക്യാമ്പുകളിലെ ആത്മവിശ്വാസം, BJP ക്യാമ്പുകളിലെ പ്രതീക്ഷ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തെ ഈ കഴിഞ്ഞ മുൻ തിരഞ്ഞെടുപ്പുകളിലെയൊക്കെ ഈ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ BJPക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും പാലക്കാട് വോട്ട് വലിയ രീതിയിൽ വർദ്ധിച്ചതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഈ പാർട്ടിക്ക് ഒപ്പം തന്നെ ഇത്തവണ BJP ഒപ്പം തന്നെ ജനങ്ങൾ നിൽക്കും എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ, NDAയുടെ പ്രതീക്ഷ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,076 വോട്ടുകളാണ് ഈ ഒരു പാലക്കാട് മണ്ഡലത്തിൽ NDA നേടിയത്. അത് 2021 വരുമ്പോൾ 50,220 വോട്ടുകളായി BJPക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് BJPയും ഈ UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 3000-ൽ പരം വോട്ടുകൾ മാത്രമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഓരോ തിരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഈ മണ്ഡലം, ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പനും ഇടയ്ക്ക് ഈ വിജയം നഷ്ടമാവുകയുണ്ടായി. അതുപോലും കൃത്യമായി BJPയുടെ സ്ഥാനാർത്ഥിയായ NDAയുടെ സ്ഥാനാർത്ഥിയായ മെട്രോമാൻ ശ്രീധരൻ വിജയിക്കും എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ 5000-ഓളം വോട്ടുകളാണ് ഇടതുപക്ഷം UDFിലേക്ക് മറിച്ചത്. അത്തരത്തിൽ വോട്ട് മറിച്ചത് കൂടെ കൊണ്ട് മാത്രമാണ് മെട്രോമാൻ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി ഏതായാലും അത് ഉണ്ടാവുകയില്ല. ഇത്തവണ എത്ര വലിയ വോട്ട് മറിക്കൽ നടത്താലും പാലക്കാട്ടെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഷാഫിയെ തുടർച്ചയായി 2 തവണ തെരഞ്ഞെടുത്തു. മൂന്നാമത് തെരഞ്ഞെടുപ്പോൾ അത് പാതി വഴിയിൽ പാലക്കാട് ജനതയെ ഇട്ടിട്ട് ഷാഫി പോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ വികാരമായി നിലനിൽക്കുന്നു. പാതി വഴിയിൽ ഷാഫി തങ്ങളെ ഇട്ടിട്ട് പോയി എന്നുള്ളത്. രണ്ടാമതായി പാലക്കാട് മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികൾ സരിൻ ഒറ്റപ്പാലത്ത് ഇതിനു മുൻപ് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തിയല്ല, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ്. രാഹുൽ മങ്കൂട്ടത്തിലാണെങ്കിൽ പത്തനംതിട്ട സ്വദേശിയാണ്. മുൻ കാലങ്ങളിൽ പുറത്തു നിന്നും പാലക്കാട്ടേക്ക് എത്തിയ സ്ഥാനാർത്ഥികളൊക്കെ പിന്നീട് വിജയിച്ച് പാലക്കാട് ജനതയെ തിരിഞ്ഞു നോക്കാത്ത ഒരു അനുഭവം പാലക്കാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണകുമാർ എന്നുള്ളത് പാലക്കാട്ടെ വ്യക്തിയാണ്, പാലക്കാട് നഗരത്തിൽ തന്നെ വ്യക്തിയാണ്, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം, ഈ പാലക്കാട് ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമാവും എന്നുള്ളൊരു കണക്കുകൂട്ടൽ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ NDAക്കൊപ്പം പാലക്കാട് ജനത നിൽക്കും എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ, ആത്മവിശ്വാസം എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും ആ ഒരു ആവേശം നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പോലും വലിയ ആൾക്കൂട്ടം മറ്റ് ഇരുമുന്നണികളിലെ ക്യാമ്പുകളിൽ കാണുന്നതിനേക്കാൾ ആൾക്കൂട്ടം BJPയുടെ ഈ പരസ്യ പ്രചാരണത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് എത്രമാത്രം പാലക്കാട് BJP വിജയ പ്രതീക്ഷയിലാണ്, ആ BJPയുടെ പ്രവർത്തകരിൽ എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്, എത്രമാത്രം ജനങ്ങൾ BJPക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്നുള്ളത് തന്നെയാണ് BJP ക്യാമ്പുകൾ പറയുന്നത്. ഏതായാലും ആ പരസ്യ പ്രചാരണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതാനും നിമിഷത്തിനകം തന്നെ സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാറും ഈ KDM ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൊട്ടിക്കലാശം നടക്കുന്ന ആ വേളയിലേക്ക് അദ്ദേഹത്തിന്റെ ടോക്ക് ഷോ എത്തും. ഇപ്പോഴുള്ള ഈ ഒരു പ്രചാരണത്തിന്റെ ആവേശം അത് സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടുകൂടെ തന്നെ കൂടുതൽ അതിന്റെ ഉയരത്തിൽ, അതിന്റെ പാരമ്യത്തിലെത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.